വിദ്യാർത്ഥികൾക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണം. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരിന്റെ മകനെയും സുഹൃത്തുക്കളെയുമാണ് 10ഓളം പേർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളോടും ബി.ജെ.പിയുടെ അതിക്രമം. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന 4 കുട്ടികളെയാണ് ബി.ജെ.പി. പ്രവർത്തകർ മർദ്ദിച്ചത്. തളിപ്പറമ്പ് തൃച്ചംബരം ചിന്മയ സ്കൂളിന് മുന്നിൽ വച്ചാണ് ഇവർക്ക് നേരെ ആക്രമണമുണ്ടായത്. സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരിന്റെ മകൻ യദു സാന്തിനും ഒപ്പമുണ്ടായിരുന്ന 3 കുട്ടികൾക്കുമാണ് മർദ്ദനമേറ്റത്. ഹെൽമറ്റ്, വടി തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. യദുവിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരാഴ്ച മുമ്പ് അഭിനയ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ വന്ന് കൂടുതൽ കളിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വർത്തമാനം പറയാൻ പോലും അവർ നിന്നില്ല. അവർ രണ്ടുപേരും നല്ല രീതിക്ക് മദ്യപിച്ചിട്ടുണ്ടായത്. എന്നിട്ട് അപ്പം തന്നെ അവർ അടിക്കാൻ തുടങ്ങി, ഷർട്ടെല്ലാം വലിച്ചു കീറാൻ തുടങ്ങി. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവർ വിളിച്ചിട്ട് ആൾക്കാർക്ക് എല്ലാം ഫോണിൽ വിളിച്ച് പറയുന്ന കേട്ടിന്. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ട് അവർ ഹെൽമെറ്റ് ഊരിയിട്ട് അടിക്കാൻ തുടങ്ങി. ഹെൽമെറ്റ് ഊരിക്ക് ബാക്കിയുള്ളവരെ നിലത്തിട്ട് വലിച്ചിട്ട് ചവിട്ടും വയറ്റിനെല്ലാം ചവിട്ടുമെല്ലാം ചെയ്തു. ഹെൽമെറ്റ് ഊരി മുഖത്തെല്ലാം അടിച്ചു. എൻ്റെ മൂക്കിന് ബ്ലീഡിങ് എല്ലാം വന്നു. വിദ്യാർത്ഥികൾ പുരോഗമനപരമായി ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും അസഹിഷ്ണുതയുള്ള ക്രിമിനൽ സംഘമാണ് ആക്രമിച്ചതെന്ന് സന്തോഷ് കീഴാറ്റൂർ പ്രതികരിച്ചു. ഇതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പേ അവിടെ വലിയൊരു അഭിനയ പരിശീലന ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചിരുന്നു. കലക്ടർ അടക്കം പങ്കെടുത്ത ഒരു വലിയ പരിപാടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അല്ലാതെ അതിലൊരുത്തൽ വന്നിട്ട് മോനെ അടിച്ചുകൊണ്ട് പറയാണ്, സന്തോഷിൻ്റെ മോനല്ലടാ നീ ഇവിടെ വന്ന് കളിക്കേണ്ടടാ എന്നൊക്കെ പറയണമെങ്കിൽ ആലോചിച്ച് നോക്കുക എത്രത്തോളം ഈ സാംസ്കാരിക പ്രവർത്തനം പോലും അല്ല നാടക പ്രവർത്തനം പോലെ ഈ കുട്ടികളൊക്കെ ഒരു പുരോഗമന ആശയത്തിലേക്ക് നീങ്ങുന്നതാണോ എന്ന് എത്രത്തോളം ഇവരെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.